നമസ്കാരം, ഞാൻ കൃഷ്ണകുമാർ. ഇൻസ്പയറിംഗ് മൈൻഡ്സിലേക്ക് സ്വാഗതം. അവസരം, കഴിവ്, സമയം ഇവ പരസ്പരം റിലേറ്റഡ് ആണ്. സ്റ്റാറ്റിസ്റ്റിക്സിൽ പറയുകയാണെങ്കിൽ കോറിലേറ്റഡ് ആണ്. നമ്മളെല്ലാവരും അവസരങ്ങളുടെ പിന്നാലെയാണ് പോകുന്നത്. പക്ഷേ അവസരങ്ങളെക്കാൾ പ്രധാനപ്പെട്ടതാണ് എബിലിറ്റി അഥവാ കഴിവ്. അവസരങ്ങൾ വരുന്ന സമയത്ത് അത് ഉപയോഗിക്കാനുള്ള കഴിവ് നമുക്കുണ്ടാവണം. ഇല്ലെങ്കിൽ കിട്ടിയ അവസരം നമുക്ക് പാഴായി പോകും. നമുക്കറിയാം, ഫഹദ് ഫാസിലിൻ്റെ ആദ്യത്തെ സിനിമ കയ്യെത്തും ദൂരത്തായിരുന്നു. ആ സിനിമയിൽ അഭിനയിക്കുമ്പോൾ ഫഹദിൻ്റെ പ്രായം 20 വയസ്സാണ്. ആ സിനിമ ഡയറക്റ്റ് ചെയ്തത് അദ്ദേഹത്തിൻ്റെ പിതാവായ ഫാസിലായിരുന്നു. ശരിക്കും ഫാസിൽ ഒരു ഹിറ്റ് മേക്കറാണ്. എന്നിട്ട് പോലും ആ സിനിമ സാമ്പത്തികമായി പരാജയപ്പെട്ടു. അതിൻ്റെ കാരണങ്ങളിലൊന്ന് ഫഹദിൻ്റെ മോശം അഭിനയമാണ്. അതായത് അവസരമല്ല, ആ അവസരത്തെ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള എബിലിറ്റി ഇല്ലാത്തതായിരുന്നു ഇവിടെ പരാജയ കാരണം. പിന്നീട് നമ്മൾ കാണുന്നത് 7 വർഷത്തിന് ശേഷം ഫഹദിൻ്റെ ശക്തമായ തിരിച്ചുവരവാണ്. ഈ 7 വർഷം കൊണ്ട് അദ്ദേഹം വിദേശത്ത് പോയി ഡ്രാമ സ്കൂളിൽ നിന്ന് ആക്ടിങ്ങിലും ഡയറക്ഷനിലും പുതിയ അറിവുകൾ നേടി. 2009 കേരള കഫേ എന്ന സിനിമയോടുകൂടി ഫഹദ് തിരിച്ചു വന്നു. പിന്നീട് ചാപ്പാക്കുരിശ്, ഡയമണ്ട് നെക്ലേസ്, 22 ഫീമെയിൽ കോട്ടയം, മഹേഷിൻ്റെ പ്രതികാരം, അങ്ങനെ ഗംഭീരമായ സിനിമകൾ. മികച്ച നടനുള്ള സംസ്ഥാന പുരസ്കാരം, ഫിലിം ഫെയർ അവാർഡുകൾ, അങ്ങനെ ധാരാളം അവാർഡുകൾ. ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും താരമൂല്യമുള്ള നടന്മാരിൽ ഒരാളാണ് ഫഹദ്. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, അവസരം നേടി നടക്കുന്നതിന് മുമ്പ് അതിനാവശ്യമായ എബിലിറ്റി വർദ്ധിപ്പിക്കേണ്ടതാണ്. പിന്നെ അനുയോജ്യമായ സമയം കൂടി നമുക്ക് ലഭിക്കുകയാണെങ്കിൽ തീർച്ചയായും വിജയം സംഭവിച്ചിരിക്കും. ഉദാഹരണത്തിന് കോവിഡ് പാൻഡമിക് സിറ്റുവേഷൻ വന്നപ്പോൾ ഒരുപാട് സ്റ്റഡി സെൻ്ററുകൾ വലിയ വിജയം നേടി. സൈലത്തിനെ പോലെ, എക്സാമിനറെ പോലെ പല സെൻ്ററുകളും വിജയിക്കാൻ കാരണം അവർക്ക് അതിനാവശ്യമായ ഇൻ്റലക്ച്വൽ ആൻഡ് ടെക്നിക്കൽ സ്കില്ല് ഉള്ളതുകൊണ്ടായിരുന്നു. സ്റ്റാറ്റിസ്റ്റിക്സിലെ അവസരവും കഴിവും സമയവും ഇത് മൂന്നും കൂടി ചേരുന്ന ഒരു പോയിന്റ് ഉണ്ട്. ഈ പോയിന്റിനെയാണ് നമ്മൾ സക്സസ് പോയിന്റ് എന്ന് പറയുന്നത്. സോ കഴിവിനെ ഫോക്കസ് ചെയ്യുക, അവസരവും സമയവും താനേ വന്നു ചേരും. താങ്ക് യു.